ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. നിന്റെ മുമ്പിൽ ഈശോയുണ്ട്. ഈശോയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും. ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ മത്തായി സുവിശേഷകൻ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. അത് പ്രകാരമാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 16-ാം തിരുവചനം. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഒന്ന്, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നത് എന്ന് വെച്ചാൽ ലക്ഷ്യം കാണാതെ കഴിഞ്ഞിരുന്നവർക്ക് ഒരു വലിയ പ്രകാശം കിട്ടി. രണ്ടും, മരണത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞ ഭയപ്പാടി കഴിഞ്ഞിരുന്നവർ, അവർക്കൊരു ദീപ്തി ഉദയം ചെയ്തു. ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത അവസ്ഥയായാലും, ഇരുൾ നിറഞ്ഞ അവസ്ഥയാണെങ്കിലും, അതുപോലെ തന്നെ നീ ഭീതി കഴിയുന്ന അവസ്ഥയാണെങ്കിലും, നിനക്കുള്ള ഉത്തരമാണ് ഈശോ. അതെന്ന് സുവിശേഷം നിന്നോട് എടുത്തു പറയാം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും വെല്ലുവിളികളിലൊക്കെ ഈ ഈശോയെ ചേർത്ത് പിടിക്കുവാനാ നിനക്ക് സാധിക്കട്ടെ. തീർച്ചയായിട്ടും നിന്റെ ജീവിത മേഖലകളിൽ ഈശോയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോയെ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയാണെങ്കിലും എല്ലാത്തിനുമുള്ള ഉത്തരമാണ് നീ എന്നുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നീ നൽകണമേ. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കട്ടെ. സകലവിധ നന്മകൾ കൊണ്ടും ഈ വ്യക്തിയും ചുറ്റുപാടുകളും കുടുംബം എല്ലാം നിറയപ്പെടട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാ